ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചു പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മരാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പം ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രന്റെ കൂടെ. അപ്പം ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപന്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം, അതായത് മീനൻ ജലരാശിയായിട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇത് ഉണ്ടാവും. കാരണം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചേർത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ചോതി നക്ഷത്രക്കാർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മകീരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നക്ഷത്രമാണ് രോഹിണിയും തിരുവാതിരയും. അപ്പോൾ തിരുവാതിരയുടെ അനുരഞ്ജന നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്കും ഈ വിഷുഫലം വരുന്നുണ്ട്. 6 മാസ ഫലമാണ് വരുന്നത്. ആദിസൂരം മധ്യസൂരത്തിലാണ് വരുന്നത് ഈ നക്ഷത്രം. ആദിസൂരത്തിൽ വരുന്നത് മകീരം, തിരുവാതിര, രോഹിണി, ഇതാണ് ആദിസൂരത്തിൽ വരുന്നത്. മധ്യസൂരത്തിൽ വരുന്നത് ചിത്തിര, ചോതി, വിശാഖം, ചിത്തിര, ചോതി, അത്തം, ഇതാണ് വരുന്നത്. അപ്പോൾ ചോതി നക്ഷത്രക്കാർക്കും ഈ ദോഷഫലങ്ങൾ ആദ്യത്തെ 6 മാസം വരുവാനുള്ള സാധ്യതയുണ്ട്. ഋഗ്ധാര അല്ലെങ്കിൽ രുദ്രാഭിഷേകം അവരവരുടെ നക്ഷത്രം, അതായത് ചോതി നക്ഷത്രത്വം വരുന്ന മലയാള മാസം ചോതി നക്ഷത്രം വരുന്ന സമയത്ത് ശിവക്ഷേത്രത്തിൽ, മഹാദേവക്ഷേത്രത്തിൽ ഇത് നടത്തി വരിക എന്ന പക്ഷം ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം ഇവ നടത്തുകയാണെങ്കിൽ ഈ ദോഷാധിക്യം കുറഞ്ഞു വരും. ദോഷം ഫുള്ളായിട്ട് മാറില്ല, കുറഞ്ഞു വരും എന്നുള്ളത് പറയുന്നത്. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇത് വന്നിട്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസമാധാനം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിലെല്ലാം കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ധനക്കമ്മി വരുവാനുള്ള സാധ്യതയുണ്ട്. ഫൈനാൻസ് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ച് ട്രാജഡികൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടബാധിതപ്പെട്ട് വരഞ്ഞിരിക്കുന്നവർക്കെല്ലാം അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര തൃപ്തികരമായിരിക്കില്ല എന്നുള്ളതും കാണുന്നുണ്ട്. സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു ലെവലുണ്ട്. ഒന്നല്ലെങ്കിൽ വേറൊരു അസുഖം എന്നുള്ള ലെവലിൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐക്യത കുറവും സഹോദര ബന്ധത്തിന് ഉയർച്ചൽ വരികയും കൂട്ടുകാരുമായിട്ട് അകൽച്ച പാലിക്കുകയും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തെല്ലാം കുറച്ച് പാളിച്ചകൾ വരികയും അതുപോലെ തന്നെ സ്വതന്ത്ര സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അലച്ചിലകൾ വരുവാനുള്ള സാധ്യതയും എല്ലാം ഈ വിഷുഫലത്തിൽ വരുന്നുണ്ട്. ഈ പരിഹാരം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ദോഷത്തിൻ്റെ അയവ് കുറഞ്ഞു വരും. അതേ സമയത്ത് ഈ 6 മാസ കാലമാണ്. ഈ 6 മാസ കാലം പറയുമ്പോൾ കന്നിമാസം. അപ്പോൾ കന്നിമാസത്തിന് ശേഷം ഇവർക്ക് ഉചിതപരമായിട്ടുള്ള സമയമാണ് വരുന്നത്. ധനലാഭം, വാഹനലാഭം, ഭൂമി ലാഭം, അതുപോലെ തന്നെ ആഭരണ ലാഭം, വാഹന ലാഭം എന്നിവയെല്ലാം വരുവാൻ സാധ്യത. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണദോഷ മിശ്ര സംബന്ധമായിട്ടുള്ള ഫലവും, വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഫലവും, വാഹന സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഫലവും, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ഏത് വിപണിയായാലും ഏത് വാഹനമായാലും ആ വിപണിയിൽ പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് കാണുന്നത്. മെക്കാനിക്കൽ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഷോറൂം സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും വിദേശ രാജ്യങ്ങൾ പോയി ജോലിയെടുക്കുവാനും വിദേശ രാജ്യത്ത് പോയി വിദ്യാഭ്യാസത്തോടുകൂടി ജോലിയെടുക്കാനും ഉള്ള യോഗങ്ങളെല്ലാം ഉണ്ടാവും. വിദേശത്തേക്ക് വേണ്ടി ധനം മുടക്കി വെച്ചിരിക്കുന്നവർക്കെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി വരാനായിട്ട് ഈ കന്നിമാസത്തിന് ശേഷമാണ് കുറച്ച് കൂടുതലായിട്ട് അത് മാറി വരാനുള്ള സാധ്യതകൾ കാണുന്നത്. അതിന് ശേഷമാണ്. ഇനിയിപ്പോൾ അതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവർക്കെല്ലാം നിങ്ങൾ കന്നിമാസത്തിന് ശേഷം ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ ജാതക പരിശോധന മറ്റുള്ളതും ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളും ജാതകത്തിൽ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങളെല്ലാം ചെയ്ത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് മാത്രം ചെയ്തു വെച്ചാൽ മതി. അതുപോലെ തന്നെയാണ് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാർ, പോലീസ് മേധാവികൾ, പോലീസ് അധികാരികൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഈ 6 മാസത്തിന് ശേഷം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ 6 മാസത്തിന് ശേഷം വരാൻ പോകുന്നത്. അതുവരെയും കുറച്ചൊരു ഡിമ്മായിരിക്കും. ഈ പറഞ്ഞ പരിഹാരമെല്ലാം ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ലെവലിൽ പോകും എന്നുള്ളതാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻകിട നേട്ടങ്ങളും വൻകിട ചാൻസുകളും അതിനുള്ള അവസരങ്ങളും എല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അംഗീകാരങ്ങളും പ്രശസ്തിയും ജനങ്ങളിൽ അംഗീകാരങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യത
കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വക്കീലന്മാർക്ക് വാക്കുകളാൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വാക്കുകളാൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള സമയമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും മഹാവിഷ്ണുവെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന മഞ്ഞപ്പെട്ട് തുളസിമാല പാൽപായസം നിവേദ്യം ചെയ്യുന്നതോടുകൂടിയിട്ട് കുറച്ചുകൂടി എഫക്റ്റ് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. പ്രവൃത്തി മേഖല വിജയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിഹാരങ്ങൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി മേഖല കുറച്ചുകൂടി പുരോഗമനം വയ്ക്കും. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം ഒന്ന് പരിശോധിച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമമായിട്ട് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചാരവസാലെല്ലാം അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ്. ശനിയുടെ ചാരവസാലെല്ലാം മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയെല്ലാം നോക്കുന്ന സമയത്ത് അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ചാൻസുകളും അതിനുള്ള അവസരങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതയും ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ വിപുലീകരിക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളെ പറ്റി കൂട്ടായ്മയോടുകൂടിയിട്ടുള്ള ചിന്തകൾ ആലോചിക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഭൂമി വാങ്ങിച്ച് അതിൽ ഭവനം വെച്ച് ഭവന നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള സാധ്യതയും ഈ വർഷത്തിൽ 2024 to 2025 ഉള്ളിൽ കാണുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ വ്യയം നോക്കുകയാണെങ്കിൽ, അതായത് വരവ് ചെലവ് കണക്ക് നോക്കുകയാണെങ്കിൽ 8 വരവും 14 ചെലവുമാണ് കാണുന്നത്. വരവിനേക്കാൾ കൂടുതൽ ചെലവാണ് കാണുന്നത്. അപ്പോൾ 14 രൂപ മഹാദേവ ക്ഷേത്രത്തിൽ കൈക്കുമ്പിളിൽ 14 രൂപ വെച്ച് പ്രാർത്ഥിച്ച് മഹാദേവ ക്ഷേത്രത്തിൻ്റെ 14 രൂപ മുൻപാണ്ടായിരത്തിലും 8 രൂപ, അതായത് വരവാണ് 8 രൂപ, ചെലവ് 14 രൂപ, ചെലവ് വരുന്ന 14 രൂപ കൈക്കുമ്പിളിൽ പ്രാർത്ഥിച്ച് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാണ്ഡാരത്തിലിട്ട് 8 രൂപ പ്രാർത്ഥിച്ച് പിൻഭാണ്ഡാരത്തിലും ഇട്ട് വയ്ക്കുക. അതുപോലെ തന്നെ മുൻവിളക്ക് പിൻവിളക്ക് കത്തിക്കുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. നെയ്വിളക്കായിരിക്കും ഉത്തമമായിട്ട് കാണുന്നത്. അങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ദോഷാധിക്യമെല്ലാം കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും കന്നിമാസത്തിന് ശേഷം ആഡംബരപരമായിട്ടുള്ള വാഹനം, ആഡംബരപരമായിട്ടുള്ള വസ്ത്രങ്ങൾ, ആഡംബരപരമായിട്ടുള്ള വാഹനങ്ങൾ, ആഡംബരമായിട്ടുള്ള ഭവനങ്ങൾ, ആഡംബരപരമായിട്ടുള്ള ജീവിതങ്ങൾ എല്ലാം സൗകര്യപൂർവ്വം ആഘോഷിക്കുവാനും സ്നേഹസംബന്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാനുമുള്ള സാധ്യതയെല്ലാം ഉണ്ടാകും. നമസ്കാരം.